ഞാൻ ഷവർമ വാങ്ങിച്ച് കഴിക്കണം. ഷവർമ കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ദേഹം മൊത്തം നല്ല വേർത്ത് ഒരു വയറിൽ നിന്നും മണ്ടയൊക്കെ ഒരുമാതിരി പെരുത്തേറി വെപ്രാളം പോലെ ഉണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഷവർമ പണിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. എന്ത് ഫുഡ് കണ്ടാലും അപ്പം ഛർദ്ദിക്കാനൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അവർ പറഞ്ഞു അത് ഫുഡ് പോയിസൺ അടിച്ചതാണ്. അപ്പോൾ എന്താ കഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഷവർമ കഴിച്ചത്. പക്ഷേ ഷവർമയിൽ ഞാൻ മയണൈസ് ഒന്നും എടുക്കാതെയാണ് വെറും ചിക്കൻ മാത്രം എടുത്തിട്ടാണ് അവരെന്ന് കഴിച്ചത്. ചിക്കൻ മാത്രമാണ് വേറെ മയണൈസ് എടുത്തില്ല. അപ്പോൾ അവർ ഈ ഷവർമ ചെത്തിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ചെറിയൊരു പച്ച അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു വേവിച്ചിട്ടൊക്കെ തരണേന്ന് പറഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ ആ ഒരു ടർക്കിഷ് ഓട്ടോ മേലെ വന്നിട്ട് ഒരുപാട് പേര് ഷവർമ വാങ്ങിച്ച് കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ ആ ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. ആ റെസ്പോൺസ് നിങ്ങൾ അവരോട് കാണിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്തിരിക്കണം. ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് നിങ്ങൾ സംസാരിച്ചത്. പക്ഷേ നിങ്ങൾ അത് ഭയങ്കര അഹങ്കാരത്തോടെയാണ് നിങ്ങൾ അത് ഏറ്റെടുത്തത്. ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇവിടുന്ന് ഫുഡ് കഴിച്ച് അവർക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പട്ടം മാക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ടർക്കിഷ് ഓട്ടോ മാൻ എന്ന് പറഞ്ഞ ഒരു ഷവർമ ട്രക്കിൽ നിന്നാണ് ഞാൻ ഷവർമ കഴിച്ച് കഴിക്കുന്നത്. ഇത് ഇവരോട് അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ദിവസം ഒരു 10 കോളൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഞാനെന്ന് പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ അവർ വേറെ രീതിയിൽ എന്തെങ്കിലും ആനുകൂല്യം തന്നാലും ചേച്ചി എൻ്റെ പേര് പറയാതാണ് വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ല മുടയിൽ നല്ല അഹങ്കാരത്തോടെയാണ് സംസാരിച്ചത്. കുഴപ്പമില്ല. ബാക്കി എല്ലാ സുപ്രീമിന്റെ ബില്ല് ഉൾപ്പെടെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു പ്രശ്നമില്ല. ബ്രോ എന്നെ കണ്ടൊരു 10 പേര് ഇടയ്ക്ക് വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള എല്ലാ ഷവർമ സ്പോട്ടുകൾക്കും ശനിയുടെ അപഹാരം ഉണ്ടല്ലോ. ഇതിന് മുന്നേ ഇസ്താംബുളായിരുന്നു, ദാ ഇപ്പൊ ടർക്കിഷ് ഓട്ടോമാൻ. ഇത് സൂരജ്, പുള്ളി എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളി ഒരു ഫുഡ് ബ്ലോഗർ ആണ്. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഉത്തരവാദിത്വ കൂടിയും റെസ്പോൺസിബിൾ ആയിട്ടും ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ശൃംഖലയാണ് ഈ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ എനിക്ക് ഫുഡ് ശ്രേണിയിൽ പെടുന്ന ഏത് പരിപാടി. നമ്മൾ ചെറിയൊരു നാരങ്ങ വെള്ളം അടിക്കുന്ന ഒരു കടയാണെങ്കിൽ പോലും പ്രോഡക്റ്റ് നമ്മളത് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുന്ന കസ്റ്റമേഴ്സിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ കാരണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടായിരിക്കണം. ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തവർ ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടിയിൽ ഇറങ്ങരുത്. വ്ളോഗർ എന്ന നിലയിൽ അത്യാവശ്യം ജെനുവിനിറ്റി ഉള്ള ഒരാളായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. പുള്ളി പറഞ്ഞാൽ ആൾക്കാരത് വിശ്വസിക്കുകയും ചെയ്യും. ടർക്കിഷ് ഓട്ടോമാന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസ് എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എവിടെ അവർ പറഞ്ഞായിട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. അത്യാവശ്യം വൈറലായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ രീതിയിലുള്ള റെസ്പോൺസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ വളരെ കാര്യമായിട്ട് തന്നെ ഇത് ബാധിക്കും. ഇതിനകത്ത് വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു, ഡെയിലി 10 പേരൊക്കെ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. അത് എങ്ങനെയാണ് ഡെയിലി 10 പേരെ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. ഫുഡിന്റെ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം കോൺസ്റ്റന്റ് ആയിട്ട് അതിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ ആ ഫുഡ് നല്ലതാണോ, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ. നമ്മൾ ഈ കൂടുതൽ ഹിന്ദിക്കാരെയൊക്കെ ഇങ്ങനെ ഷോപ്പുകളൊക്കെ വെക്കുന്ന അവന്മാർക്ക് ചിലപ്പോൾ വൃത്തിയൊന്നും കാണത്തില്ല. കാരണം നിങ്ങൾ ഒരാളെ വിളിച്ച് ഡെയിലി 10 പേരല്ല, നിങ്ങളെ വിളിച്ച് 1000 പേര് പറഞ്ഞാലും നിങ്ങൾ 1000 പേർക്ക് ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതില്ലാത്ത പക്ഷം നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയ ചെയ്യരുത്, അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളത് ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ അയാൾ വിളിച്ച സമയത്ത് നിങ്ങളെ റെസ്പോൺസ് അങ്ങനെ അല്ല കൊടുത്തെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറിയില്ലേ ഇപ്പോൾ എല്ലാവർക്കും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഈ ചിക്കനും കാര്യങ്ങളും മയണൈസും ഒക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പഴയ ദിവസം ചിക്കനൊക്കെ എടുത്ത് അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് കഴിക്കുമ്പോൾ ഫുഡ് പോയിസൺ ഒക്കെ അടിക്കും. ഒരാളെ ജീവൻ വരെ എടുക്കാൻ ശേഷിയുള്ള സാധനമാണ് ഈ ഫുഡ് പോയിസൺ എന്നൊക്കെ പറയുമ്പോൾ. അതിനൊന്നും നിസ്സാരവൽക്കരിച്ച് കാണരുത് സുഹൃത്തുക്കളെ. കൂടുതലായിട്ടും റെസ്റ്റോറന്റ് ഓണേഴ്സ്, റെസ്റ്റോറന്റ് മലയാളിമാരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നാൽ നമുക്ക് ഈ പ്രശ്നം പാടെ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ കുറച്ച് റെസ്പോൺസിബിൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഷയമേ കേരളത്തിൽ ഉണ്ടാവില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളും അത്യാവശ്യം നല്ല വിലയാണ് കേരളത്തിൽ നമ്മൾ സെർവ് ചെയ്യുന്നേക്കാം. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു വിഷയം പാടെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ.